അങ്ങനെ ഇവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഊബറിന് വേണ്ടി വെയിറ്റിംഗ്. ഇത്രയും പെട്ടിയുണ്ട് റോമിയുടെ സാധന ജംഗമ വസ്തുക്കൾ. ഇവിടെയാണ് പ്രാഗ് സെൻട്രലിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു മെയിൻ സ്റ്റേഷനിലേക്ക് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ, ലെസ് ദാൻ 1.5 കിലോമീറ്റർ. പക്ഷേ പെട്ടിയൊക്കെ ആയിട്ട് പോകാൻ ഞങ്ങൾക്ക് പാടായതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വലിയൊരു സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷനിലെത്തി. റോമി ഇവിടെ ഉണ്ട്. സ്ട്രോളറൊക്കെ ഞങ്ങൾ നേരെയാക്കി. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ സമയമുണ്ട് കുറച്ച്, അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു. ബർഗർ കിങ്ങിൽ വന്നു. ഈ മീൽ വരുന്നത് കോഫിയോ അല്ല ടീയോ വല്ലതും പറഞ്ഞു. ഞങ്ങളുടെ ഫുഡ് വന്നു. റോമിയോടെ ഇരിപ്പുണ്ട്. സ്പൈസി ചിക്കൻ ഞാൻ പറഞ്ഞു. ലിയോണ പറഞ്ഞത് സംതിങ് സ്പൈസി വോപ്പർ പറഞ്ഞു. കഴിച്ചിട്ടില്ല. ഇത് സമയം അങ്ങനെ ഞങ്ങളിവിടെ വന്ന് നിൽക്കുവാണ്. ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ്. പ്ലാറ്റ്ഫോം അസൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ്. ട്രെയിൻ വന്നോ? നീ വായിച്ചു നോക്കിയാ? അപ്പൊ 21 അതാ ഫ്രണ്ടാ. സീറ്റൊക്കെ കിട്ടി. കുറച്ച് പാടുപെട്ടാണല്ലോ. ഞങ്ങൾ പുറത്ത് വന്നു. ഇവന് പാല് കൊടുക്കാണ്ടിരുന്നു. അവിടെ മുഴുവൻ ബഹളായോണ്ടോ കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പം. ഞങ്ങൾ ആക്ച്വലി കുറേ സ്ഥലത്തോട്ട് മൂവ് ചെയ്ത് വന്നിരുന്നു. ഞങ്ങളുടെ സീറ്റ് ഇപ്പം ഇവിടെയാണ്. ഞങ്ങളവിടെ ഇരിക്കാതെ പുറത്തുകൊണ്ട് അറിയുമ്പോൾ കുറച്ച് ബഹളമായതുകൊണ്ട് എൻ്റെ ഉറക്കം ചെയ്യാറുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഇവനെ ഇതിനകത്ത് കൊണ്ടുവന്ന് ആട്ടി ഒരു ദിവസം ഉറക്കി. ഇപ്പം കാമായി. ലിയോണ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ലിയോണ. ലിയോണ ഞാൻ ഉണ്ടായിരുന്നു. പറ ലിയോണ. അവൻ കരഞ്ഞോട് മൂടൗട്ടായിട്ട്. ഹലോ പറയൂ. ഒട്ടും താല്പര്യമില്ലാത്തത്. അങ്ങനെ ഞങ്ങൾ ചെക്ക് റീജിയണൽ ഏരിയയിലൂടെ പോവുകയാണ്. കുറേ പാടങ്ങളും ഇതെല്ലാം കാണാം. ഹൈ സ്പീഡ് ട്രെയിനൊന്നും അല്ല, 160ലാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ്, ഇനി വരാൻ പോകുന്ന സ്റ്റോപ്പ് സെസ്കാ ട്രെബോവ. നമ്മളെത്താൻ പോകും നമ്മളുടെ സ്റ്റോപ്പ് VNHP. അതാണ് വിയന്ന. നെക്സ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്റ്റോപ്പും കൂടെ ഉണ്ട് നമ്മുടെ സ്റ്റോപ്പ് എത്താൻ. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഏതോ റോമിയുടെ 1.5 മണിക്കൂറിലേ 2 അടുത്ത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഉറങ്ങി. അവൻ്റെ ദേഷ്യമൊക്കെ മാറി. പക്ഷേ നേരത്തെ കലിപ്പായിരുന്നു ഉറക്കം ഉറങ്ങി കേട്ടി. ഇപ്പം ഞാൻ മുഴുവൻ ആളായി കേട്ടോ. ഒരു പോവാണ്ടോ കുറച്ച് പേരൊക്കെ. Border cross ചെയ്തിരിക്കുന്നു. സ്ട്രൈറ്റ് റെഡി. രാത്രിയായി 5 മണി ആയെങ്കിൽ കിട്ടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വിയന്നയിലെത്തി. ട്രെയിൻ ഇറങ്ങി, പെട്ടി ഇറക്കി. ലിയോണ ഇവിടെ റോമിച്ചിനോട് തണുപ്പുണ്ട്. സോ റോമിച്ചിനെ പാക്ക് ചെയ്തു.
പുതപ്പിക്കുകയും കൂടെ ചെയ്തേക്കാം. ഇവിടുത്തെ വലിയ മേജർ സ്റ്റേഷൻ എങ്ങാണ്ടാണ്. സോ തിരക്ക് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് കയറി പതുക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയി. ഇപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങി അതിൻ്റെ ഒരു തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക്. ഫുഡ് വേണോടി? വിശക്കം നിൽക്കും, കുറച്ച് ഫുഡ് കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സ്റ്റേ ഞങ്ങൾ വിയന്നയിലെത്തി. വിയന്നയിൽ വന്നു. അഡീന അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരു ബെഡും പിന്നെ ഒരു സോഫ ബെഡുണ്ട്. അതിപ്പോൾ ഒരു നിവർത്തിയിട്ടേക്കുക. പിന്നെ ചെറിയൊരു സ്റ്റുഡിയോ റൂമാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് ചെറിയ കിച്ചണറ്റും പിന്നെ സിങ്കൊക്കെ ഉണ്ട്. ഈ സിങ്കിൽ ഇവനെ കുളിപ്പിക്കാടി. ഫ്രിഡ്ജും ഇതെല്ലാം ഉണ്ട്. ഈവൻ ഡിഷ് വാഷറും ഉണ്ട്. വാഷിംഗ് മെഷീൻ മാത്രം താഴെയാണ്. പിന്നെ ബാത്റൂം സംഭവങ്ങൾ കുഴപ്പമില്ല, വലിയ റേറ്റും ഇല്ലായിരുന്നു. സോ നോട്ട് ബാഡ്. പിന്നെ ട്രെയിനെ വെച്ചൊരു കൊച്ചിനെ ഫുൾ ടൈം TV iPad കിഡിനെ കണ്ടോടെ ഞങ്ങൾ റൂമിനെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് ഓർത്തത്. ഇത് തണുപ്പായതുകൊണ്ട് തന്നെ റൂമിൽ പാക്ക് ചെയ്ത് റൂമിൽ ആക്ച്വലി ഹാപ്പിയാണ്. റൂമിൽ ഇപ്പം ഇരിക്കാൻ ഹാപ്പി, അത് ഇടിയിപ്പിക്കാൻ പാടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രോഗ്രാമിനെ പോലെ അല്ലേ? ഇരുത്തി ഇരിക്കാനുള്ള ആഗ്രഹമായിരുന്നു തോന്നുന്നു. ഇത് കണ്ടപ്പോഴേ കരച്ചില് തുടങ്ങി. എങ്ങനെ ഊർന്നിരിക്കുന്നു പോലത്തെ. മറ്റേ കാലാക്സിട്ട് അത്ര ഉണ്ടോ? ഇവിടം വരെ ഉണ്ട്. പെട്ടെന്നൊരു ക്വിക്ക് സ്റ്റോപ്പ്. റോമിക്ക് ഫുഡും വെള്ളവും എടുക്കണം. ഞങ്ങൾ ഇവിടുത്തെ ഓൾഡി, ഇവിടെ ഒരു ഹോഫർ എന്നാണ്, HOFER എന്നാണ്. തപ്പി ഓരോ ലൈൻ നോക്കി വെള്ളവും വേണം നമുക്ക്. പിന്നെ ബേബി ഫുഡ്സ് എല്ലാം കണ്ടുപിടിച്ചു, മേടിച്ചു. ഇതൊരു മഴ മൂടാണ്. ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് ആദ്യമേ തന്നെ ഒരു കഫേയിലേക്ക് പോകും. അല്ലേ ലിയോണ? കഫേ സെൻട്രൽ, ഇവിടുത്തെ ഒരു ഫേമസ് കഫേ പോയി വിയന്ന സ്പെഷ്യൽ കോഫി കുടിക്കാം. ആ ട്രെയിൻ അത് എടുക്കാൻ പറ്റില്ല. ട്രെയിൻ ഓർക്കസ്ട്ര അത് നമ്മുടെ ഹാൻഡ് സിമ്മർ ആണ്. പക്ഷേ ഇവിടുത്തെ അത് നല്ല രസം ഉണ്ടായിരുന്നല്ലോ, എടുക്കാൻ പറ്റിയില്ല. ട്രെയിൻ എടുത്തപ്പം ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. ഞാനത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ആണെന്ന് വിചാരിച്ച. ഇവിടെ വന്നപ്പോൾ കുറച്ച് പഴയ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട്. ഞങ്ങൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്ന ഒരു മോഡേൺ ഏരിയയിലാണ്. പുതിയ ബിൽഡിങ്സും അതെല്ലാം അത് ഉറക്കിയിട്ട് കയറ്റാം. റോമിനെ ഉറക്കാൻ പറ്റുമെന്ന് നോക്കുക, അല്ല ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ കരയാൻ തുടങ്ങി. അവനെ സ്റ്റോപ്പ് ചെയ്താൽ അവൻ കരയും, അവനെ മൂവ്മെൻറ്റ് ഉണ്ട്. സോ ജാക്കറ്റ് ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ തണുത്തുകൊണ്ട് അവൻ വാമായിട്ടിരുന്നു. വൈറ്റ് നോയ്സ് സെറ്റ് ചെയ്തു. കുറച്ച് നടത്താം.
ഇവിടെ കുതിരയും എല്ലാം ഉണ്ട്. ഈ കഫേയിൽ ഞങ്ങൾ കഴിക്കാൻ വന്നിട്ട് ഇവിടുത്തെ ഒരു കുന്ന് ക്യൂ. നീ എന്നാ നടന്നിട്ട് പോവാ, ഞാനെന്നാ പോയി ക്യൂ നിൽക്കാം. ഓക്കെ ഓക്കെ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ക്യൂ നിൽക്കുമ്പോൾ ലിയോൺ അവനെ ഉറക്കിക്കൊണ്ടിരിക്കും. അവൻ ഉറങ്ങിയോ? പിന്നല്ലാതെ. ഓ അങ്ങനെ വൻ സംഭവമാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ കഫേ സെൻറ്ററിൽ കുറേ നേരം ക്യൂ നിന്നിട്ട് ഫൈനലി എത്തി. ഇവിടെ വിയന്നീസ് സ്റ്റൈൽ ക്യാപ്പുച്ചീനോ ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ അവർ ചോക്ലേറ്റ് കാണണം. പിന്നെ 2 സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോൾ കാണിക്കാവേ. ഇത് റൂമിൽ തിന്ന് പകുതിയാകുമ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് കേക്ക് അടിപൊളി. റൂമീസ് ചില്ലി 2 സാൻഡ്വിച്ചും ഇതെല്ലാം കഴിച്ച് ചില്ലിയാണ്. അലന് ഭയങ്കര ജാടയാണ്. അടിപൊളി ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് അലൻ എൻ്റെ മൊത്തം തിന്നുകയും ചെയ്താൽ ജാടയായിരുന്നു. അത് വേണ്ട, പിന്നെ ചുമ്മാ പറയുന്നു. തൂക്കട്ടെ ഒരു മിനിറ്റ്. റൂമി ഇതേണ്ട് ചില്ലിങ്. റൂമിയുടെ പുറകിൽ അപ്പാപ്പനൊക്കെ ഉണ്ടോ? ഇതിൻ്റെ ഉടമസ്ഥനായിരുന്നു തോന്നുന്നു. ഈ കഫേ ആക്ച്വലി എത്രാം കാലത്താ? 1873 തുടങ്ങിയതാണ്. ഇന്റീരിയർ ഒക്കെ സൂപ്പറാണ്. പഴയ ഒരു പള്ളിയിൽ ഇരിക്കുന്ന പോലെയാണ്. റോമി റോമി ഇതാട്ടോ. എടാ അവന് തല കാട്ടാൻ പറഞ്ഞു. എണീറ്റ് പോകാൻ നോക്കാം. വീടല്ലേ? അപ്പാപ്പൻ്റെ അടുത്ത് അവന് ബെൽറ്റ് ഇട്ടില്ലായിരുന്നു. നീ പോയി പേ ചെയ്തിട്ട് വരുന്നു. വെള്ളം കൊടുക്കല്ലോ. തണുത്ത വെള്ളാടി. മതി. ഹാപ്പിയായോ? ഹാപ്പി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. റൂമിനെ ഫീഡ് ചെയ്യുന്നു. ഫീഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ്. നല്ല തണുപ്പാണ്, രക്ഷയില്ല. അയ്യോ, ഞാൻ ഇത്ര നേരം പറഞ്ഞത് റെക്കോർഡായില്ലേ? ഇത്ര നേരം ഞാൻ സംസാരിച്ചത് റെക്കോർഡായില്ല. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്. നല്ലൊരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടെ. ഇത്ര നേരം ഞാൻ സംസാരിച്ചത് വെറുതെ ആയിപ്പോയി. എനിവേസ്, ഇതാണ് ഞങ്ങളിപ്പോൾ കഴിച്ച ഇത് കഫേ. നല്ല രസമില്ല കാണാൻ. ഇത് സീലിങ്ങും ഇതൊക്കെ. ഇത് 1873 കണ്ടു. ഇവിടെ ഞങ്ങൾ ചെറിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെയൊന്നും ഞാനിപ്പോൾ അവനെ പാല് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ആ മൂലയിരുന്ന് ഇവന് പാല് കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ ഡൈപ്പറൊക്കെ മാറ്റി കുട്ടപ്പനായി വേണ്ട കിടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പം ഇവരുടെ ഒരു സ്റ്റോറ് പോലെയുണ്ട്. ഒരു സാധനങ്ങൾ മേടിക്കാനും പർച്ചേസ് ചെയ്യാനും. ഹോട്ട് ചോക്ലേറ്റ്
അവരുടെ കഫേ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ റോമി, പോയാലോ? ഫുള്ളാണോ? ഈ പാപ്പം വേണോ? ഈ പാപ്പം കൊടുക്കണോ ഒന്നുകൂടെ? മഴ പറഞ്ഞാൽ നിന്നാലോ? ഇത് എന്തുവാടി, പാലസോ? അതോ അതിന്റെ ആ സൈഡ് ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഇത് മ്യൂസിയം ആണ് തോന്നുന്നു. ആ ഡോം നോക്കൂ. ബൈ ദ വേ, നിനക്കൊരു ഫൺ ഫാക്ട് അറിയാം? നമ്മൾ പോയ സെയിന്റ് പോൾസ് കത്തീഡ്രൽ ഇല്ലേ, അതാണ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഡോം. ഡോമിൻ ചേർച്ചസ് ആണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അതിലും വലുത് വത്തിക്കാനില്ല, അതിന് സെക്കൻഡ് അതാ. അതെ, അല്ലല്ല, അതിന് ഡോമില്ലല്ലോ. ഡോമില്ല. സെക്രട്ടറി ഡോം ഡിസൈൻ അല്ലല്ലോ, ഇങ്ങനെ പുറ്റ് പോലെ ഇല്ലേ, ചിതൽ പുറ്റ് പോലെ. കണ്ടില്ല. ഓ, അവിടെ ഒരു പള്ളിയാണോ? അത് നല്ല രസമുണ്ടല്ലോ. ഇവിടെ തന്നെയാന്ന് തോന്നുന്നു എല്ലാം. അങ്ങനെ ഇവിടുത്തെ പാലസും മ്യൂസിയവും എല്ലാം കണ്ട് അപ്പുറത്ത് എന്തൊക്കെയോ കുറേ ബിൽഡിംഗ്, അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്, കത്തീഡ്രൽ. ഇത് ഇവരുടെ വല്ല പാർലമെൻറ്റും വല്ല ആടി അപ്പുറത്ത് കാണുന്നത്. നീ എന്തോ പറഞ്ഞില്ലായിരുന്നോ പാർലമെൻറ്റ്? എനിവേ എന്നാൽ അതിലേ കൂടെ അല്ല ഇതിലേ കൂടെ പോവാം. ഇതിലേ പോകണം. എന്നാൽ കത്തീഡ്രലിലോട്ട് പോവാം. ഇവിടെ എല്ലാം ബ്രാസിൽ പണിതാന്ന് തോന്നുന്നു. അതാണ് ഈ, അങ്ങനെയല്ല, മറ്റേ ബുഡാപെസ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ പച്ച കളറായി വരുന്നത്? ഐ തിങ്ക് അങ്ങനെ എവിടെയോ കേട്ട പോലെ. കുതിരയിലൊരു ഗീവർഗീസ് പുണ്യാളൻ. ആണോ? ശരിക്കും പോടി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഗീവർഗീസ് പുണ്യാളനല്ലെന്ന് തോന്നുന്നു. സമ്മറിൽ നല്ല രസമായിരിക്കും. സമ്മറല്ല, അറ്റ്ലീസ്റ്റ് ഇന്നൊരു വെയിൽ വന്നാൽ ഭംഗിയാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നതിൽ ഏറ്റവും വേഴ്സ്റ്റ് ഡേ ഇതാ. ഇതുവരെ ഞങ്ങൾക്ക് എല്ലായിടത്തും നല്ല വെതർ കിട്ടി. ഈവൻ പ്രാഗിലാണെങ്കിൽ പോലും സണ്ണി ഡേയ്സ് കിട്ടിയതുകൊണ്ട് തണുപ്പുമില്ല. ഫോഗി ആയതുകൊണ്ട്. അല്ല, ലണ്ടനിലും ഇല്ല എന്നാലും, പക്ഷേ ഫോഗി നമുക്ക് അത്യാവശ്യം എല്ലാം കവറേജ് കിട്ടി. വിസിബിലിറ്റി ഇത്രയും കുറവും ഒരു മൂടിയ ക്ലൈമറ്റും ഞങ്ങൾക്ക് ഓസ്ട്രിയ എത്തിയപ്പോഴാണ്. അപ്പിയല്ല, കുതിരയുടെയാന്ന് തോന്നുന്നു അല്ലേ? എല്ലാം കൂടെ ഫുൾ കുതിരയായതുകൊണ്ട്. കുഴി നിനക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയില്ലേ ഇപ്പൊ? പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ ആയതുകൊണ്ടും. അത് ശരിയാ.
പക്ഷെ നമ്മൾ ലാസ് വേഗാസിൽ ചെയ്തു. അല്ല, ലാസ് വേഗാസ് പോട്ടെ, ലോസ് ഏഞ്ചൽസിൽ നമ്മൾ പുറത്തിരുന്ന് ചെയ്തു. അവിടെ നല്ല വെതറായിരുന്നു. ആ, ഇത് കൊള്ളാമല്ലോ. ഇതെന്താ വൈറ്റ് ഹൗസ് പോലെ ഉണ്ടല്ലോ. നീ നോക്ക്, ഞാൻ തള്ളാൻ കുറച്ച് തരാം. ഞാൻ വീഡിയോ ചെയ്യുക. ഇല ഫുൾ വീണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നല്ല ഭംഗിയായിരുന്നു. നല്ല പള്ളി അതാ. നമുക്ക് ഇതിനകത്ത് നടക്കാം, വഴി കാണും. ഞാൻ പറഞ്ഞ ഇന്ന് ഇച്ചിരി വെയിലുണ്ടായിരുന്നെങ്കിൽ ഈ മഴ അത് പോകാം, കണ്ടുപിടിക്കാൻ. ഡോണ്ട് പറയും. പള്ളി അതാണോ? ഇവിടെ എന്തോ ഉണ്ട്, അതെന്തുവാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് കറങ്ങിയിട്ട് ആ പുറകോട്ടോട്ട് ഇറങ്ങാം. എന്നിട്ട് ലെറ്റ്സ് സീ. ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം. പോകണ്ട. അല്ല, ഇവിടെ പെട്ടെന്ന് ഇല്ല. ഇവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ്, ഒരു പള്ളിയുടെ ഫ്രണ്ടിലുള്ള മാർക്കറ്റാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവുകയാണ്. ഒരു മുൾഡ് വൈനൊക്കെ കഴിക്കാം. അപ്പോൾ ഒന്ന് ഹോട്ടാവും. യെസ്, നല്ല വെതറാണ്. ചൂട് വൈൻ കഴിക്കാം. നിനക്ക് എന്നാ വേണ്ട? നീ എന്തായാലും ചൂട്. ഇവിടെ എത്ര ആള്? അവിടെ ക്രോസിംഗ് ഉള്ളു. ജസ്റ്റ് കയറി ഒരു ഫോട്ടോ എടുത്ത് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോ, 1 മിനിറ്റ്. മുൾഡ് വൈൻ ഇതെല്ലാം കിട്ടും. ഞാൻ പോയി മുൾഡ് വൈൻ മേടിച്ചു. ഞാൻ ഒരു മുൾഡ് വൈൻ മേടിക്കാം. ഹോട്ട് ചോക്ലേറ്റ്, മുൾഡ് വൈൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാനൊരു മുൾഡ് വൈൻ ഈ തണുപ്പത്ത് കുടിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വിയന്നയിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റ് വന്നേക്കുകയാണ്. കുറേ സ്റ്റോൾസ് ഉണ്ട്. ഞാനൊരു ക്യൂട്ട് ക്രിസ്മസ് ഓർണമെന്റ് മേടിച്ചു. അല്ലെങ്കിൽ ഇവിടെ മുൾഡ് വൈൻ, നല്ല ചൂട് സ്പൈസസും ഒക്കെ ഇട്ട് ഒരു തണുപ്പായതുകൊണ്ട് അടിപൊളി മേടിച്ചിട്ടുണ്ട്. എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സുഖമുണ്ട് തണുപ്പത്ത് കുടിക്കാൻ. ഇതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ക്രിസ്മസ് തണുത്ത് ഇങ്ങനെ നമ്മൾ മൂടി പൊതിച്ച് ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് കയറണം. അല്ലാതെ ഓസ്ട്രേലിയയിലോട്ട് നിക്കറിട്ട് നടക്കുമ്പോൾ ഒരു ഫീല് കിട്ടത്തില്ല ക്രിസ്മസ് ആയെന്ന്. ഞാൻ മേടിച്ച് തൂക്കുന്ന ഫെൽറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ബെയർ. നല്ല ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇച്ചിരി വില കൂടുതലാണ്. നിങ്ങൾ നേരെ പോകും. ഇത് അരഞ്ചീനി വിൽക്കുന്നുണ്ട്. ഇത് പള്ളിയല്ലെന്ന് തോന്നുന്നു. വേറെ എന്ത് പള്ളി പോലെ ഇരിക്കും കാണാൻ, ബട്ട് പള്ളിയല്ല. ഈ ഇവിടുത്തെ ക്രിസ്മസ് ഓർണമെന്റ്സ് എടാ, അല്ല ഇവിടെ സൂവനറുണ്ട്. ഇതാ നമ്മുടെ പേര് വന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇവിടുന്ന് മേടിക്കാം. കാരണം വേറെ എവിടെ നിനക്ക് വേണമെങ്കിൽ ബീനി ആ കട കിട്ടും. ഇവരെ ഒന്ന് പിടിക്കാവോ? ഇത്ര മാഗ്നറ്റ്സേ ഉള്ളൂ ഇവർക്ക്. ഇവിടെ അടിയിലും ഉണ്ട്. ഞങ്ങള് വൈൻ കുടിച്ചു. ലിയോണ ഒരു ഹെഡ്ഫോൺ മേടിച്ചു. നല്ല സാധനം. എനിക്കൊരു ബീനി മേടിക്കണം. എൻ്റെ കയ്യിലുള്ള ബീനി അത്ര സെറ്റപ്പ് അല്ല. നോത്താ
ഞാനും ഒരു ബീനി മേടിച്ചു. എൻ്റെ കയ്യിലുള്ള ലിയോണയുടെ ഹെഡ്ഫോൺ നല്ല രസമുണ്ട്. ആക്ച്വലി നല്ല സ്ഥലമായിരുന്നു, നല്ല അടിപൊളി മാർക്കറ്റായിരുന്നു അല്ലേ, ക്ലീൻ ആയിരുന്നു. പിന്നെ എന്നെ ഒന്ന് വീഡിയോയ്ക്ക് എടുക്കൂ. എന്റെ പുതിയ സാധനം കണ്ടോ? ഹെഡ്ഫോൺ നല്ല വാമ അല്ലേ. ആക്ച്വലി നമ്മള് ചെവി നന്നായിട്ട് തണക്കും. ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബീനി വെച്ചിട്ട് എന്റെ ചെവി അത് വെച്ചിട്ട് പോലും തണക്കാൻ തോന്നി. ഇപ്പൊ ഞാൻ ഊളല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം വെച്ചപ്പം നല്ലതാ. ഊള് കുറച്ചുകൂടെ എക്സ്പെൻസീവാ, അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് മേടിച്ചു. ഇത് നല്ല തിരക്കുണ്ട് ഇപ്പൊ അല്ലേ. നമ്മൾ ഇന്നലെ പോയെന്ന് ഇത് അയ്യക്കുഴി അടി ക്രോസ് ചെയ്യും. ഇവിടെ വേറൊരു ക്രിസ്മസ് മാർക്കറ്റ് ചെറുതാന്ന് തോന്നുന്നു, മറ്റേത് ഭയങ്കര വലുതായിരുന്നു. ഇവിടെ വേറെ അതൊരു പള്ളിയൊക്കെ കാണാം, കുറേ റെസ്റ്റോറൻറ്റ്സ്, ബാർസ് എല്ലാം കാണാം. സുവനീർ കട. ഇതിലെ ചാടി പോകുന്നല്ലോണ, ഇതിലെ ചാടിപ്പോ സ്ലോപ്പിൽ കൂടെ കയറാം. ഇത് അതുപോലെ തന്നെ വളരെ പഴയൊരു മാർക്കറ്റാണ്. അപ്പം അവിടെയും കുറേ സ്റ്റോർ. ഇവിടെ മറ്റൊരു ക്രിസ്മസ് മാർക്കറ്റ്. ഞങ്ങൾ നടന്ന് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റിലാണെന്ന് തോന്നുന്നു. കുറേ ബ്രാൻഡഡ് ഷോറൂംസ് ഒക്കെ കാണാം. ഞങ്ങൾ ഇവിടുത്തെ സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെത്തിയാണ്. അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. റോമി ലിയോൺ എവിടെയുണ്ട്? റോമി അവിടെ എണീറ്റിട്ടുണ്ട്. എന്ത് സോറി അതിനകത്തോളം കയറിയിരുന്നു. പാല് കണ്ടിറങ്ങി. എന്നിവിടെ ലിയോണ പാല് കൊടുക്കുന്നു. അവിടെ ഒരു ടീ പറഞ്ഞു, ലിയോണ നോബൽറ്റി ഞാൻ വിത്ത് റമ്മുള്ള ഒരു ടീ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയുടെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു കഫയാണ്. പാല് കൊടുക്കാനാണ് മെയിനായിട്ട് കയറിയത്. ഞാനൊരു റം ഒഴിച്ച ടീയും ലിയോണ ടീയും. റോമിക്ക് കുറച്ച് പാല് കൊടുത്തു. റോമി കുറച്ച് എനർജി ആയി. അപ്പം കളി തുടങ്ങി റോമി. ഇനി ബാക്കിയും കൂടെ പാല് കൊടുത്ത് ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കോഫിയും എൻ്റെ അടുത്ത് കോഫിയും കുടിച്ചു. റോമിനെ വീണ്ടും ഞങ്ങൾ സെറ്റ് ചെയ്തു. നമ്മുടെ ഫുൾ ചാണകത്തിൻ്റെ മണം, ആ ചാണകമല്ല ഇതിൻ്റെ മണം. അങ്ങനെ ഞങ്ങൾ ഇതാദ്യമായിട്ട് ഒരു പള്ളിയിലതേ ഒരു ബ്രാൻഡിൻ്റെ ബിൽ ബോർഡ് വെച്ചേക്കുന്നത്. എനിവേ ഞങ്ങളങ്ങനെ പതുക്കെ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണോ? ഇരുട്ടിയില്ല. ഞങ്ങൾ സുവനീർ മേടിക്കാൻ ഒരു കടയിലോട്ട് കയറാൻ തീരുമാനിച്ചു. വലിയൊരു കട കണ്ടുപിടിച്ചു, വലിയൊരു സുവനീർ കട.
അതെല്ലാം രാവിലെ കോഫി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ പോവാണ്. എടാ ഇത് എന്നാ എന്റെ നാപ്പി മാറ്റാ, അതിപ്പോ ഫുള്ളായി കാണത്തില്ല. ഞാൻ തുറന്നു തരാം. ഞാൻ എടുത്തേ ഒരാളെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഗുഡ് മോർണിംഗ്. സ്ലീപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പാല് നന്നായിട്ട് നീ പറഞ്ഞ പോലെ കുടിക്കുന്നുണ്ടെന്നല്ലോ വൈകിട്ട്. നിന്റെ അവിടെ കുടിച്ചിട്ട് നേരെ എന്റെ സ്ഥലത്ത് തിരിഞ്ഞു വരുന്നതാണ്. കുടിക്കും. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് നേരത്തെ, അതായത് കുറച്ച് നേരത്തെ, ഇപ്പം 9:30 ഉള്ള സമയത്തായി 10:15 ഒഴുങ്ങി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിന്ന് ബ്രാറ്റിസ്ലാവ സ്ലോവാക്യയിലേക്ക് പോയി. റോമി ഈസ് റെഡി. റോമച്ചൻ ഞങ്ങൾ റെഡിയായിട്ട് ഇവിടുന്ന് ഒരു 59 മിനിറ്റ്സ് ട്രെയിനുണ്ട്, അതിന് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ല ലിയോണ, ഓൾറെഡി ലിയോണ മൂഡ് ഔട്ട് ആയിരിക്കും. എന്നാ പറ്റി? എന്താ പറ. അടപ്പാണോ? അടപ്പ് പുതിയ മേടിച്ചു തരാം പോലെ. പോട്ടെ, ട്രാവലിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാവും, നമുക്ക് പുതിയ ഒരെണ്ണം മേടിക്കാം. പക്ഷെ എനിക്ക് അതിൽ ആ കുപ്പി ട്രാവലിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീട്ടിൽ കൊടുക്കാനേ പറ്റുന്നു. ഞങ്ങൾ അടുത്ത രാജ്യത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ടിക്കറ്റ് ഞങ്ങൾ ഇപ്പോൾ എടുത്തു. അതിൻ്റെ എന്താ എല്ലാം പറഞ്ഞു. സോ വിയന്ന മെയിൻ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. പ്ലാറ്റ്ഫോം 11 നമ്മുടെ റെക്സ് 6 ട്രെയിൻ വരുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. ഇന്ന് സൺഡേ ആയതും കൂടെ കൊണ്ടായി. ഇന്നലെ എന്നാ തിരക്കായി നല്ല സിറ്റിയിൽ. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായിരിക്കും, അറിയില്ല. ലെറ്റ്സ് സീ. എന്നാണേലും നമുക്ക് ആ ആദ്യത്തെ ഇതിൽ തന്നെ പോവാം. കഴിഞ്ഞ ദിവസം നിന്ന പോലെ ഈ സൈഡിലാണ് ലിഫ്റ്റ്സ്. അപ്പം ഈ 11ന്റെ ലിഫ്റ്റിൽ പോയി കയറാം. ഓസ്ട്രിയൻ പ്രാന്തപ്രദേശങ്ങളിലൂടെ പോവുകയാണ്. ഇതാ അപ്പം നമ്മുടെ വിൻഡ് ടർബൈൻസ് കാണാം. ഏത് കമ്പനിയുടെ ആണെന്ന് അറിയത്തില്ല, ചെറിയ ബ്ലൈൻഡ്സ് ആണ്. സോ ഏതാണെന്ന് അറിയത്തില്ല. ഇൻട്രസ്റ്റിംഗ്. റോമയുടെ ലിയോണ ഉറക്കമായിരുന്നു. റോമിച്ചാലമ്പായിരുന്നു. ഉറക്കം വന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ ടൈം 11:16. നമ്മുടെ 11:46 ആകുമ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഏകദേശം മൂലയല്ല ഞങ്ങൾ എത്തും. അത് നെറ്റ് കറക്റ്റ് അല്ല. നേരത്തെ കിഡ്സ് വിസിബിലിറ്റി കുറവാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മൂടിയ ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങൾ ബ്രാറ്റിസ്ലാവ എത്തിയേക്കുവാണ്. സ്റ്റിൽ സ്ലീപ്പിംഗ്. 2 minutes ലേറ്റാണ് ട്രെയിൻ, ബട്ട് സ്റ്റിൽ എത്തിയിരിക്കുവാണ്. മൂടിയ അന്തരീക്ഷം. ഇവിടെ എന്തൊക്കെയോ ഫ്ലൈറ്റ് ട്രെയിൻസ് കാണാം. ഓയിൽ ക്യാരി എന്നാണ് തോന്നുന്നു. ഇനിവേ നിങ്ങൾ ഇപ്പുറത്തെ കാഴ്ച കാണാം. മലയാളിയാണ് അതിനെ പറ്റി മോളൂ ഒക്കെ എപ്പോഴും ഇറങ്ങി. ആക്ച്വലി വിയന്നേന്ന് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ നേരെ
ഹീറ്ററിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ടെമ്പറേച്ചർ വീനേക്കാളും കുറച്ച് കുറവുള്ളൂ. തല തണക്കുന്നുണ്ടെങ്കിൽ അറിയണം. തല തണക്കുന്നുണ്ട്, ചെറിയ തണുപ്പുണ്ട്. എനിക്ക് കുറച്ച് വിയന്നയിലുണ്ടായിരുന്ന അത്ര തണുപ്പുണ്ട്. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. പക്ഷെ ഒരു പഴഞ്ചനൊരു ചത്ത സ്ഥലം ശരിക്കും. ഇതാണ് എനിക്ക് അതായത് ലോങ് സിറ്റി ഒക്കെ ഉള്ളതില്ലേ. ഞാൻ നോക്കട്ടെ, ഞാൻ മാപ്പിലൊന്ന് നോക്കി. ഞങ്ങൾ കഴിക്കാൻ റൂമിൽ ഉറങ്ങുവാണ്. ഞങ്ങൾ ബ്രാറ്റിസ്ലാവ എത്തിയപ്പോൾ ഒരു ബസ് കയറി വന്നു. ലീബർ ക്രെയിൻ കാണാം അവിടെ. പക്ഷേ വലിയ ക്ലീൻ ആൻഡ് നീറ്റൊന്നും അല്ല, വലിയ സെറ്റപ്പ് ഒന്നും അല്ല. ചെറിയൊരു ടൗൺ. പ്രാഗിന്റെ ഒരു ടിമു വേർഷൻ അല്ലേ? അതെ, ടിമു വേർഷൻ പോലെ ഉണ്ട്. അതെ അതെ അതെ, ഒരു ചത്ത നാടും ഭയങ്കര നാറ്റം അവിടുത്തെ. ഇതിലാണെങ്കിലും ട്രെയിൻ സ്റ്റേഷനിൽ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 2 പ്ലംബർ പോലെ ഒരു യൂണിഫോം ഇട്ട 2 പേര് അതുവഴി നടന്നു പോയി. എന്റെ അമ്മ അവര് പോയിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് താഴെ വന്നപ്പോൾ ഭയങ്കര മണം. ഞാൻ എന്റെ പ്രദേശം ആ ഏരിയ ഫുൾ മണം. വെള്ളത്തിന് മാറുകയാണ്. അയ്യോ, മാപ്പ് ഞാൻ നോക്കിയില്ല. പ്രാഗ് ഞങ്ങൾക്ക് നല്ല വൈബായിരുന്നു. അത് വന്നപ്പോ തന്നെ നല്ല. ഇത് ശരിക്കും കാരണം എന്താ, ആൾക്കാരെല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു. അയാൾ നമ്മുടെ പെട്ടി, ഞങ്ങൾ വൈകിട്ട് ഊബറിൽ ഇങ്ങനെ കൊടും തണുപ്പത്ത് ഇങ്ങനെ പെട്ടി എടുത്ത് ഒരാൾ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തു. ഇവൻ കൊച്ചിനെ ഞാൻ വണ്ടിക്കകത്ത് നിന്ന് പെട്ടി എടുക്കാൻ ഇങ്ങനെ കിടന്ന് ധൃതി വെക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഓടി വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ എന്തോ കോട്ടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ബസ്സേ കയറിയിട്ടാണല്ലോ ഒരു മൂത്രത്തിൻ്റെ മണം. അതെ, നമ്മുടെ ഓരോ ഇംപ്രഷൻ പോകുന്ന സ്ഥലത്ത് വരുമ്പം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ദാരിദ്ര്യം പഠിച്ച സ്ഥലം പോലെയാണ് തോന്നുന്നത്. അതായത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചെക്കോസ്ലോവാക്കിയെന്ന് ഇവർ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയത്. പക്ഷേ ചോദിച്ചു നോക്കാം വേണ്ട ഈ ചേട്ടനോട്. ഞങ്ങൾ പോയി കഴിക്കട്ടെ. അത് നിന്റെ നെറ്റ് ഇപ്പൊ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ സ്റ്റേഷൻ ഞാൻ കുഗ്രാമത്തിലായിരുന്നു. അതെനിക്ക് തോന്നുന്നത് അവര് ഇന്റർനാഷണൽ ട്രെയിൻസ്. എന്ത് നമ്മുടെ കൂട്ട് തന്നെ വേറെ ഇന്ത്യൻസ് ഇല്ലേ, അവരോ? വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരെയോ? നമ്മളെ നോക്കി എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടി. ഇതെന്തോ പള്ളിയാന്ന് തോന്നുന്നു. അവർക്ക് ഏറ്റവും വേസ്റ്റ് ദിവസമാണ്. എടി പള്ളി കയറണ്ട, ഇതെന്തോ ഫേമസ് പള്ളിയാന്ന് തോന്നുന്നു. എന്നാ കഴിച്ചിട്ട് വരാം. എവിടെയാ? അവിടെ അതില്ല, കുർബാന, സൺഡേ കുർബാന. എടി ഇതിലെത്തില്ലേ? ഞങ്ങള് ഇവിടുത്തെ സ്ലോവാക്യയിലുള്ള ഒത്തൻറ്റിക് ഫേമസ് സ്ഥലത്ത് ഞങ്ങളെത്തി. ഇല്ലാണ പാല് കൊടുക്കുന്നു. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മാൻഡ്രേക്കിൻ്റെ വഴിയിൽ നിന്ന് മാറി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ യൂറോപ്പിൽ. അതെ, അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ. എന്നാ റെഡിയത്? ഇവിടെ പാർക്കായിട്ട് പോകേണ്ടി വരും. അടിയിൽ എക്സ്പെൻസീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അയാൾ അടയ്ക്കുമെന്ന് അയാളുടെ സാധനം നോക്കുക.
ഞാൻ അവരോട് പോയി ചോദിക്കണോ? അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ കുറച്ച് ബിയറും ഇതുമെല്ലാം ഓർഡർ ചെയ്തു. ഒരു സ്പെഷ്യൽ ബിയറും ലിയോണ ഒരു ടീയും 18 ടീ ആടി പറഞ്ഞ റോമച്ചനോട് വാച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. റോമച്ചൻ ഇപ്പം ആണോ ഞാൻ എണ്ണീറ്റ് വരുന്നത്. ഞങ്ങളുടെ ഫുഡ് വന്നു. ഇവിടുത്തെ ഒരു ഡംപ്ലിങ്ങും എല്ലാം ഉള്ള പ്ലാറ്ററും പിന്നെ ഇവിടുത്തെ സോസേജും വന്നിട്ടുണ്ട്. റോമിക്ക് ബ്രെഡ് കൊടുത്തിരുത്തിയേക്കുവാണ് അവിടെ. സോ ലെറ്റ്സ് സീ. ഇങ്ങനെ ഞങ്ങൾ ബ്രാറ്റിസ്ലാവ ഫുഡൊക്കെ കഴിഞ്ഞ് ബ്രാറ്റിസ്ലാവ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് സൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് വൈകുന്നേരത്തെ ട്രെയിൻ കയറി പോകാം. സോ ബിൽഡിംഗ് ഇടിഞ്ഞു പോയിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയാവും? ഷോപ്പിൽ നിന്ന് സുവനീർ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്ക്വയറിൽ വന്നേക്കുക. അമ്മയോടെ ഇരിപ്പുണ്ട്. സ്വപ്നം കാഴ്ചയുമായി നെക്സ്റ്റ് എങ്ങോട്ടല്ലേ ചെയ്യണം? അപ്പം മീശ ചേട്ടൻ വഴിയിൽ എന്തൊക്കെയോ ചേട്ടൻ കാണിക്കുന്നു. പബ്ബുകളും ചെറിയ സ്ട്രീറ്റുകളും കാണാം. ആ ചേട്ടൻ എന്നാ ചെയ്തേ? ചേട്ടനുണ്ടാക്കിയ സാധനം വിൽക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ എന്തോ റെനോവേഷൻസ് നടക്കുന്നു. ബ്രാറ്റിസ്ലാവയിലെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ പണിയുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ നവംബർ 16 ആയുള്ളൂ. റെസിഡൻഷ്യൽ പാലസ് എങ്ങാണ്ടാണ്. ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇപ്പോൾ അത് വിൻ്റർ ആയാൻ തുടങ്ങിയതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് റൂമിക്കോട്ടിനോട് ഇരിപ്പുണ്ട്. ചുമന്നു. നമുക്ക് പതുക്കെ പോവാം. അടുത്ത സ്പോട്ട് ഒരെണ്ണോടെ കാണാം. കാസിലാണ് അങ്ങ് ദൂരെ കാണുന്നത്. അവിടെ കോട്ടയം കാണാം. ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതല്ലായിരിക്കും. ലഡി പോകാൻ പറ്റുമോ? സ്റ്റെപ്പ് കയറണം, അത് ഞാൻ കൊണ്ട് പറ്റൂ. പഴയ ബ്രാറ്റിസ്ലാവയും പുതിയ ബ്രാറ്റിസ്ലാവയും ഇരിക്കുന്ന അവിടെ ഒരു ആക്ച്വലി വലിയ സംഭവമൊന്നുമില്ല. ഇങ്ങനെ ചത്ത സിറ്റി, ഷെർണോബിലൊക്കെ പോലെ ഇങ്ങനെ ഒരു ചത്ത സിറ്റി, പ്രത്യേകിച്ചൊന്നും ഇല്ല. നല്ല നാറ്റവും. ഭയങ്കര നാറ്റം, കൊള്ളത്തില്ല, വൃത്തി മെനയില്ല. ഉറപ്പല്ലേ തൂട്ടില്ലെങ്കിലും. ഇത് ഞാൻ ഈ രാജ്യത്ത് വരണ്ടെന്നേ അറിയാണ്ട് പറഞ്ഞു. സാറേ ഇത്ര അടുത്ത് ഈ രാജ്യത്തോട്ട് പിന്നെ ഇനി വരേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ചുറ്റിനുള്ള രാജ്യം എല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം അത്രയും വേണ്ടായിരുന്നു. അതാണ് നോക്കും. ഇവനെ നമ്മൾ ഓൾറെഡി കണ്ടു. നാളെ ഇതിനേക്കാൾ നേരത്തെ പോകണം. 8:30 ട്രെയിൻ. നാളെ 6:30 ഈ കണ്ടു നമ്മൾ. അല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അല്ല സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. നമ്മൾ ഇതിന്റെ അടുത്തുള്ള ഹംഗറി കണ്ടു, സ്ലോവേനിയ പോയി, നമ്മളാണെങ്കിൽ ചെക്ക് പോയി.
ഇതൊന്നും ആയിരിക്കത്തൊന്നുമില്ല, ഇതിനേക്കാളും വൃത്തിയായിട്ട് കാണും. പക്ഷേ ഈ സൈഡിൽ നിന്ന് എനിക്കൊന്ന് അങ്ങോട്ടുള്ള എല്ലാം കണക്കാന്ന് എനിക്ക് തോന്നുന്നു. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ആടി ഇത്. അയ്യോ ഇതേതാ നമ്മൾ റെക്സ് ചെയ്യണം, അത് ബുക്ക് ചെയ്യണം. ഇപ്പൊ കൊടുക്കണ്ടാണ്. ഇങ്ങനെയാണോ ഞാൻ ഗ്രൂപ്പ് ഇടാൻ? റോമി ഹലോ. ഇപ്പൊ കൊടുക്കണ്ടാവും. ഞങ്ങൾ ഈ കാണുന്ന ട്രെയിനിൽ ബ്രാട്ടിസ്ലാവ വീണ്ടും വിയന്നയിൽ വന്നിറങ്ങി വിയൻഹോഫ്സ്റ്റാൻഹോഫ് വിയന്ന മെയിൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം. ഒരു സൂപ്പർ മാർക്കറ്റ് വല്ലതും പോണോ? ഓഫറിൽ സ്നാക്ക് ചെയ്യാൻ ഡിന്നർ അവിടെ നിന്ന് മേടിച്ചാലോ ഇന്ന്?